തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീടിന് തീ പിടിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഷീജ തന്നെ അതിന്റെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഷീജ, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഷീജയ്ക്ക് വാർത്തയുടെ തിരക്കോട് തിരക്കാണ്. വാർത്തകൾ മഴ പോലെ പെയ്തിറങ്ങുകയാണ്. ഇതാ മംഗലപുരത്ത് ഗ്യാസ് പൊട്ടിത്തെറിച്ച് വീടിന് തീ പിടിച്ചു എന്ന ഏറ്റവും അപകടകരമായ ഒരു വാർത്ത കൂടി എത്തുന്നു. എന്താണ് ഷീജ സംഭവിച്ചത്? ആശങ്ക ഉയർത്തുന്ന സാഹചര്യമുണ്ടോ? മനോദയം നിലവിൽ ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം രാത്രിയോടെയാണ് ഈ കുടുംബം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശക്തമായ ശബ്ദം കേട്ടതിനെ തുടർന്നാണ് അവർ നോക്കുന്നത്. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതായത് മംഗലപുരം കൊയ്ത്തൂർ കോണത്ത് ബാലകൃഷ്ണ പിള്ളയുടെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് അവർ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതേ തുടർന്ന് വീടിന്റെ വർക്ക് ഏരിയയിലും അതോടൊപ്പം തന്നെ പുറത്ത് ഉണ്ടായിരുന്ന ബുള്ളറ്റിനടക്കം തീ പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ ശബ്ദം കേട്ടാണ് വീട്ടുകാരും ഉണരുന്നത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള അയൽവാസികളും ഉണരുന്നത്. അതേ തുടർന്ന് അവർ വേഗത്തിൽ തന്നെ ഇതിൽ ഇടപെട്ടു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അങ്ങനെ ഫയർഫോഴ്സും സംഘവും എത്തിയാണ് തീ അണയ്ക്കുന്ന ഒരു നിലയുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ ലീക്കായാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ അതെങ്ങനെ ലീക്കായി എന്നുള്ളത് സംബന്ധിച്ചിട്ട് വീട്ടുകാർ അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെയും മാറിയിട്ടില്ല. വീടിൻ്റെ വർക്ക് ഏരിയ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ആ പൊട്ടിത്തെറിയുടെ സമയത്ത് തന്നെ അവർ ഉണർന്നു എന്നുള്ളത് കൊണ്ട് വലിയൊരു ദുരന്തം അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനെ തുടർന്നാണ് അവർക്ക് പൂർണ്ണമായും ഈ വീടിലെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സാരമായിട്ടുള്ള നാശനഷ്ടം വീടിന് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലെ ഉപകരണങ്ങൾക്കടക്കം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഭാഗ്യം എന്ന് പറയേണ്ടത് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു ശബ്ദം കേട്ട് അവർ ഉണർന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത് എന്നുള്ള കാര്യമാണ്. കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സും കൂടി സ്ഥലത്തെത്തിയപ്പോൾ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. ഇപ്പോഴേതായാലും ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട്. മനു.